here comes Master Muhammad Rizwan, an LKG student with a speech. Good evening, everyone. Respected principal, teachers, parents, and my dear friends. I am Muhammad Rizwan from LKG. Today, I want to talk about a few words about my school. My school name is Selina Charles Memorial English Medium School. My teachers helped me to study well and to be a good child. I love my school very much. My loving teachers and loving friends make my school a fun. Thank you. Thank you, Rizwan. With great honor and privilege, we invite our distinguished guest, Sri Santosh Sajay, Inspector of Police, Idukki, to share his valuable insights and expertise with us. Please put your hands together for Santosh sir. Sir, please. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഞാൻ ഈ കോമ്പൗണ്ടിലോട്ട് കയറിയപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ആഹാ അടിപൊളിയായിട്ടുണ്ടല്ലോ, നല്ല സെറ്റപ്പാണല്ലോ ഇവിടെ എന്നുള്ള ഒരു പദത്തോടു കൂടിയാണ് നമ്മൾ ഈ ഗ്രൗണ്ടിലോട്ട് കയറിയപ്പോൾ അങ്ങനെ ഒരു ഇമ്പ്രഷനാണ് ഞങ്ങൾക്ക് കിട്ടിയത്. വളരെ മനോഹരമായിട്ടുള്ളൊരു അന്തരീക്ഷം, ഒരു നല്ല ഒരു നല്ല തയ്യാറെടുപ്പോടുകൂടി ഈ സ്കൂളിൻ്റെ ആനിവേഴ്സറിയെ ഈ ടീച്ചേഴ്സ് വളരെ നല്ല രീതിയിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ആദ്യമേ തന്നെ അവരെ ഇത് എടുത്ത എഫേർട്ടിന് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ കുട്ടികൾ വളരെ ഡിസിപ്ലിൻഡായിട്ട് വളരെ നല്ല രീതിയിൽ ഇതിനോട് സഹകരിക്കുന്നു. പേരൻസൊക്കെ എത്തിയിട്ടുണ്ട്. നല്ല അറ്റ്മോസ്ഫിയർ, മഴ പെയ്യില്ല എന്ന് പ്രതീക്ഷിക്കാം. എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, നമ്മൾ ഒരുപാട് പേരൻസിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് പേരൻസിനോടും കൂടെയാണ്. പേരൻസിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് എപ്പോഴും എൻ്റെ കുട്ടികൾ വലിയ ആളാവണം, വലിയ ഡോക്ടറാവണം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ വലിയ ഉദ്യോഗസ്ഥനാവണം, അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള അംബീഷൻസ് മനസ്സിൽ കരുതിക്കൊണ്ട് കുട്ടികളെ വിദ്യാലയങ്ങളിലേക്ക് വിടുന്നു. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോഴും മനസ്സിലാഗ്രഹിക്കുന്നത് വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കാനാണ്. നമ്മൾ ഹാപ്പി ആയിരിക്കണം എപ്പോഴും. വളരെ സന്തോഷമായിട്ട് നമുക്ക് എങ്ങനെ ഇരിക്കാൻ കഴിയുന്നു, ഏത് അവസ്ഥയിലാണ് നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത്, അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി ചിന്തിക്കേണ്ടത്. നമുക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റണം. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്, ഞാൻ നോക്കിയിട്ട് നമുക്കൊരു 70 ഇയേഴ്സ് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മുടെ കേരളത്തിലെ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് ഒരു 70 ഇയേഴ്സാണ്. അപ്പോൾ നമ്മൾക്ക് ജീവിക്കുന്ന കാലയളവിൽ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നതായിരിക്കണം, ആസ്വദിക്കാൻ പറ്റുന്നതായിരിക്കണം. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് നമുക്ക്, ഞാൻ ഇത്രയും കാലം നല്ല ഒരു നല്ലൊരു അവസ്ഥയിലൂടെ, മാനസികമായ നല്ലൊരു അവസ്ഥയിലൂടെയാണ് കഴിഞ്ഞു പോയതെന്ന് നമുക്ക് തോന്നണം. അങ്ങനെ തോന്നാൻ പറ്റുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ വിജയിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ എന്തൊക്കെ നേടിയാലും അൾട്ടിമേറ്റ്ലി നമുക്ക് സന്തോഷമില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ട ഒരവസ്ഥയിലായിരിക്കും. അപ്പോൾ കുട്ടികളോട് നമ്മൾ ചോദിക്കേണ്ടത് കുട്ടികളുടെ ആഗ്രഹം എന്താണെന്നാണ്, അവൻ്റെ സംതൃപ്തി എന്താണെന്നാണ്, അവൻ എന്താകണം എന്നുള്ളതിന് അടിസ്ഥാനം എന്ന് പറയുന്നതാണ്. നല്ല കർഷകനാണോ? കർഷകനാകുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരുപാടുണ്ട്. കൃഷിയിൽ നല്ല കർഷകനില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ ഭക്ഷണം കഴിക്കാതെ നമുക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ സമൂഹത്തിലൊരു പല തരത്തിലുള്ള തെറ്റായ ചിന്താഗതികൾ കുറച്ചൊക്കെ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടറായ കൊള്ളാം, എഞ്ചിനീയറായ കൊള്ളാം, അങ്ങനെയല്ല. എല്ലാ മേഖലയ്ക്കും വളരെ വലിയ പ്രാധാന്യമുണ്ട്. വളരെ ഈ സമൂഹത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മേഖലകളാണ് എല്ലാ മേഖലകളും. എവിടെ എത്തുന്നു എന്നുള്ളതല്ല, എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതല്ല, എന്താവുന്നു എന്നുള്ളതാണ് ഏറ്റവും, നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വിദ്യാലയത്തിൽ നിന്ന് നമുക്ക് പുസ്തകങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്.
പക്ഷെ പഠിക്കുന്ന പല കാര്യങ്ങളും പിന്നീട് നമുക്ക് ജീവിതത്തിൽ നോക്കുമ്പോൾ ഉപകാരപ്പെടുന്നതായിരിക്കണം നിർബന്ധമില്ല. നമ്മൾ പല മാത്സിലെ തിയറികൾ അല്ലെങ്കിൽ ഫിസിക്സിലെ തിയറികൾ അത് എല്ലാവർക്കും പ്രയോജനപ്പെടണമെന്നില്ല. എന്നാൽ ഇത് പ്രയോജനമില്ലാത്ത കാര്യവുമല്ല. ഏത് മേഖലയിലേക്കാണോ പോകുന്നത് ആ മേഖലയിലായിരിക്കും പ്രയോജനമുള്ള ആളുകൾക്കാണെങ്കിൽ പ്രയോജനമാണ്, അല്ലാത്തവർക്ക് അതുകൊണ്ട് യാതൊരു കാര്യമില്ല. പണ്ട് സ്കൂളിൽ പഠിച്ച ഒരു സാധനവും ഇപ്പോൾ എൻ്റെ ഓർമ്മയിലില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ എനിക്കിതൊന്നും ഒരു ആവശ്യമില്ല. ആവശ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് വായിക്കാനും എഴുതാനും ഉള്ള അറിവുണ്ടെങ്കിൽ പിന്നെ എനിക്കറിയേണ്ടത് നിയമങ്ങളാണ്, രാജ്യത്തുള്ള നിയമങ്ങളാണ്. അത് ഞാൻ പഠിക്കുന്നതാണെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് പോലീസിലേക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് ഞാൻ 2-3 മേഖലകളിൽ ജോലി ചെയ്തിട്ട് വരുന്ന ആളാണ്. ആദ്യം എക്സൈസിലും പിന്നെ വിദ്യാഭ്യാസ വകുപ്പിലും ഒക്കെ ജോലി ചെയ്തതിന് ശേഷമാണ് എനിക്ക് 32ാമത്തെ വയസ്സിലാണ് എനിക്ക് പോലീസിൽ നിയമനം കിട്ടുന്നത്. അങ്ങനെ SI ആയിട്ട് നിയമനം കിട്ടുമ്പോൾ മാത്രമാണ് ഞാൻ ആദ്യമായിട്ട് നിയമം പഠിക്കുന്നത്. അപ്പോൾ അതാണ്. അപ്പോൾ അത് ഇപ്പം എനിക്ക് ആവശ്യം എന്താണ്? നിയമമാണ്. അപ്പോൾ ഞാൻ